ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ക്രാക്ക് SSC. ഇവിടെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് അഫ്കാറ്റ്, SSC CGL, CHSL, അതുപോലെ തന്നെ UPSC CDC എക്സാമിനേഷൻ ഞാൻ എങ്ങനെ പാസ്സായി എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ SSC എക്സാമിനേഷൻ ഞാൻ എങ്ങനെ എളുപ്പത്തിൽ പാസ്സായി എന്നുള്ള ഒരു സ്ട്രാറ്റജി, ഒരു സിമ്പിൾ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂടെ വരുന്ന വീഡിയോസ് എല്ലാം ഒന്ന് കാണുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നിങ്ങൾ വരുത്തുക. ഓക്കെ, സോ SSCയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, SSC എന്ന് പറഞ്ഞാൽ 1 hour നടത്തുന്ന ഒരു എക്സാമിനേഷൻ. ടയർ 1 എന്ന് പറയുന്നത് 1 hour നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ്. സോ അത് കൂടാതെ 1 hour നടത്തുന്ന എക്സാമിനേഷൻ ആണ്. എബൌട്ട് ഒരു 100 ക്വസ്റ്റ്യൻസുകൾ കാണും. 1 hour എന്ന് പറഞ്ഞാൽ എത്രയാ? 60 minutes ഉള്ളൂ. ഈ 60 minutes കൊണ്ട് നിങ്ങൾ 100 ക്വസ്റ്റ്യൻസ് തീർത്തിരിക്കണം. അതായത് 200 മാർക്ക്. 200 മാർക്കിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഞാൻ ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രാറ്റജി, ഏതൊക്കെ ടോപ്പിക്കിൽ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ ജയിച്ചത് എന്നുള്ള ഒരു സിമ്പിൾ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ നമുക്കറിയാം 25, 25, 25, 25 ക്വസ്റ്റ്യൻസ് ഈച്ചാണ്. അതായത് ഒരു ടോപ്പിക്ക് നമുക്ക് 50 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് പഠിച്ച കുറച്ച് ടോപ്പിക്സ്, മുൻഗണന കൊടുത്ത കുറച്ച് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസണിങ് ഒന്നാമത്, രണ്ടാമത് ഇംഗ്ലീഷ്, GK മൂന്നാമത്, ന്യൂമറിക്സ് നാലാമത്. എന്തുകൊണ്ട് ന്യൂമറിക്സ്? ചിലവർക്ക് മാത്സ് വളരെ എളുപ്പമുള്ള ആൾക്കാരുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ട് മാത്സിന്. ടൈം നമുക്ക് 60 minutes ഉള്ളൂ. മാത്സിന് കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ, ബാക്കിയുള്ള ടോപ്പിക്സ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് റീസണിങ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒരു 30 seconds താഴെയൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് റീസണിങ് മാക്സിമം ഞാൻ സ്ട്രെസ് ചെയ്തത്. അതായത് 25 ക്വസ്റ്റ്യനിൽ ഒരു എല്ലാവർക്കും തന്നെ 20ന്റെ അബോവ് മേടിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് റീസണിങ്. ഇംഗ്ലീഷും അതുപോലെ തന്നെ ഒരു 17 അബോവ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. GKയും 17ന്റെ അടുത്ത് നമുക്ക് മേടിക്കാൻ സാധിക്കും. മാത്സ് ടൈം അനുസരിച്ചിട്ട് ഒരു 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും, ഉറപ്പാണ്. ടൈം അനുസരിച്ചിട്ട് കേട്ടോ. ആദ്യം തന്നെ മാത്സ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആദ്യം തന്നെ റീസണിങ് ചെയ്യാൻ ശ്രമിക്കുക. മാത്സ് വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം ടൈം ബാക്കിയുള്ളതിനൊന്നും സമയം കിട്ടത്തില്ല. നമ്മൾ മൈൻഡ് ഔട്ട് ആവും, ചെയ്യാനേ സാധിക്കത്തില്ല. ഞാൻ ഉറപ്പ് വരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ റീസണിങ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ഇനി റീസണിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ സോ റീസണിങ്ങിൽ ഒരു 10-21 ടോപ്പിക്കുകളുണ്ട്. ഇതിൽ ഏതൊക്കെ ടോപ്പിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് നോക്കുന്നത്. ന്യൂമറിക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അനലോഗി, ക്ലാസിഫിക്കേഷൻസ്, മെട്രിക്സ്, സീരീസ്, നോൺ വെർബൽ റീസണിങ്. കൂടാതെ വെൻ ഡയഗ്രം ഇമ്പോർട്ടന്റ് ആണ്. 2 to 3 ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഫിഗർ ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാട്ടർ ഇമേജ്, മിറർ ഇമേജ് ആണ്. അതിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചിരിക്കും, ഉറപ്പാണ്. ബ്ലഡ് റിലേഷൻഷിപ്പ് ചോദിക്കും, ഡയറക്ഷൻസ് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് അങ്ങനെ റെയർലി കണ്ടിട്ടുള്ളൂ, എപ്പോഴും അങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, കൂടുതൽ ഈ പറയുന്ന ബ്ലഡ് റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. വേർഡ് ഫോർമേഷൻ ആൻഡ് അറേഞ്ച് വേർഡ് ഇൻ എ മീനിങ്ഫുൾ വേർഡ്സ്. ഇത്രയും ടോപ്പിക്കുകളാണുള്ളത്. ഒരു 10-13 ടോപ്പിക്സുകളാണുള്ളത്. ഈ 13 ടോപ്പിക്സുകൾ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഞാൻ പറയുന്നത് ഡെയിലി ഒരു മണിക്കൂറിൽ താഴെ. അല്ലാതെ ചിലവരൊക്കെ വർക്കിംഗ് ആയിരിക്കും, ചിലവരൊക്കെ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. സോ ഒരു മണിക്കൂർ, മാക്സിമം ആട്ടാ, മാക്സിമം 1 hour ഡെയിലി പ്രാക്ടീസ്. ഒരു 120 days നിങ്ങളുടെ കയ്യിലുണ്ട്. 120 days അത് മതി നിങ്ങൾക്ക്. അഫ്കാറ്റിന്റെ SSC ഒക്കെ ഞാൻ 120 days താഴെ എടുത്തുള്ളൂ പഠിച്ച് ജയിക്കാൻ വേണ്ടി. 120 days മതി. പക്ഷെ കോൺസിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ 1 hour മാക്സിമം എടുക്കുക. നിങ്ങൾ റീസണിങ്ങിന്റെ ഏതെങ്കിലും ടോപ്പിക്, ഇന്ന് നിങ്ങൾ അനലോഗി എടുക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എടുക്കുക. ഓക്കെ, ഈ ആഴ്ച അങ്ങനെ പോവുക, അടുത്ത ആഴ്ച അതൊന്ന് റിവിഷൻ ചെയ്യുക. അങ്ങനെ പോയി ചെയ്യുക. നിങ്ങൾ എന്തായാലും വിജയിക്കും. ഞാൻ വിജയിച്ച അങ്ങനെയാണ്. ഓക്കെ, അടുത്തത് ഇംഗ്ലീഷാണ്.
ഇംഗ്ലീഷിന്റെ പ്രോബ്ലം, അയ്യോ എനിക്ക് ഗ്രാമർ അറിയത്തില്ല എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതിന് നമുക്ക് ഈ പറയുന്ന SSC വഴിയുണ്ട്. എന്താണ്? റീഡിങ് കോൺവെർസേഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ക്ലോസ് ടെസ്റ്റ്. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് സുഖമായിട്ട് 10 ക്വസ്റ്റ്യൻസ് സുഖമായിട്ട് കിട്ടുന്നതാണ് ഇംഗ്ലീഷിൽ ഈ 3 ടോപ്പിക്സ്. റീഡിങ് കോൺവെർസേഷൻ ഒരു പാസേജ് വരും, അതിനകത്ത് ഒരു 4 5 ക്വസ്റ്റ്യൻസ് കാണും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ക്ലോസ് ടെസ്റ്റും അതുപോലെ തന്നെയാണ്. സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു 10 11 ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചെയ്തു തരാം. അതായത് 10 11 22 മാർക്ക് സുഖമായിട്ട് കിട്ടും. പക്ഷെ എന്താ? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ പറയുന്ന റീഡിങ് ആൻഡ് കോൺവെർസേഷൻ ഒറ്റ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്തേ. 120 ഡേയ്സ് ഉണ്ട്. 120 ഡേയ്സിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോ ആയിട്ട് മാറാം. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി നിങ്ങൾ. അതുപോലെ തന്നെയുള്ളതാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, സിനോണിമസ് ആൻഡ് ആറ്റോണിമസ്, അല്ലെങ്കിൽ മീനിങ്ഫുൾ വേർഡ്സ് എന്നുള്ള രീതിയിൽ വരും. ചെയ്തു. സോ ഇഡിയംസ് ആൻഡ് ഫ്രേസസും സിനോണിമസ് ആൻഡ് ആന്റോണിമസും നിങ്ങൾ 10 വീതം ഈച്ച് എവറി ഡേ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. 10 വീതം പഠിച്ചാൽ മതി. ഒരുപാടൊന്നും പഠിക്കേണ്ട. ഒരു ദിവസം 10 വീതം പഠിച്ചു നോക്കൂ, നിങ്ങൾ ജയിച്ചിരിക്കും. ഈ 10 വെച്ചുള്ളത് നമ്മൾ ഡെയിലി ചാനലിൽ ഷോർട്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്താൽ മതി. സോ ആ 10 വീതമുള്ള 120 ഡേയ്സ് നിങ്ങൾ നോക്ക്, നിങ്ങൾ എന്തായാലും ജയിച്ചിരിക്കും. ഞാൻ ഗ്യാരണ്ടി ചെയ്തു. പിന്നെ വരുന്നതാണ് ആക്റ്റീവ് പാസീവും, അതും അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് കാര്യങ്ങൾ വരും. വേർഡ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സെന്റൻസ് അറേഞ്ച്മെന്റ്, അതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ഗ്രാമർ നിങ്ങൾ പഠിക്കണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഗ്രാമർ നല്ലപോലെ പഠിക്കണം. ഇതിനൊക്കെ ഒരു ഗ്രാമറിന്റെ ഘടകമുണ്ട്. ഓക്കെ. സോ ഗ്രാമർ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്നതാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്പോട്ടിംഗ് എറേഴ്സ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്സ്. സോ ഇംഗ്ലീഷ് അത്രയ്ക്കും വലിയ ബാലികേറ മലയൊന്നുമല്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷും റീസണിങ്. മനസ്സിലായോ? മാത്സ് ഞാൻ പറഞ്ഞു ഒരു 15 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ആ ടൈമിന്റെ അനുസരിച്ചിട്ടാണ്. മാത്സിനകത്ത് എളുപ്പമായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാം, പക്ഷെ എന്നാലും ടൈം ഒരു വിഷയക്കാരാണ്. ഓക്കെ. പിന്നെ മാത്സിലോട്ട് വരുമ്പോഴത്തേക്കിന് ഏത് ഇമ്പോർട്ടൻറ്റ്, ഇവന് ഏത് ടോപ്പിക്കിന് ഇത്രയും ടോപ്പിക്കുണ്ട്, ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞാൻ ആദ്യം പറയുന്നത് മെൻസുറേഷൻ. ഇവന്റെ അടുത്ത് നിന്ന് 2 or 3 ക്വസ്റ്റ്യൻ എല്ലാ കൊല്ലവും കാണും. 2D and 3D ആണ് സംഭവം, ഉറപ്പായിട്ടും കാണും. പിന്നെ വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉദ്ദേശിക്കുക, അതായത് സ്പീഡ്, ഡിസ്റ്റൻസ്, ട്രെയിൻ, ബോട്ട്, ട്രെയിൻസ്. 2 to 3 ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി കാണും. അതായത് ഒരു 7 അല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻസ് ഈ 3 ടോപ്പിക്സിൽ നിന്ന് കാണും. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 17 ആയിരിക്കും, 17 15. അതിൽ 8 ക്വസ്റ്റ്യൻസ് ഈ 3 എണ്ണത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നു, ഞാൻ ഗ്യാരണ്ടി തരും. പിന്നെ വരുന്ന ക്വസ്റ്റ്യനുകളാണ് ആവറേജ്, പെർസെൻറ്റേജ്, നമ്പർ സിസ്റ്റം, LCM ചിലപ്പം ചോദിക്കാം, ചിലപ്പം ചോദിക്കാതിരിക്കാം, ടൈം, വർക്ക് ടൈം, ജോമെട്രി, ടെക്നോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്. പിന്നെ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ടോപ്പിക്സ് ആണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. അത്യാവശ്യം നല്ല രീതിയിൽ ചോദിക്കാറുണ്ട്. ഗ്രാഫ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ അത്യാവശ്യം ചോദിക്കാറുണ്ട്. സോ അതും ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഒരു 15ന്റെ എബോവ്, 15 ഞാൻ പറഞ്ഞത്, 15 കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും മാക്സിമം, എന്റെ അനുഭവം കൊണ്ട് പറയുന്നത്. അടുത്താണ് GK. സോ GKയിലോട്ട് വരുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും പ്രശ്നം. എല്ലാവരും അവിടെ ഇവിടെ ഉള്ള വീഡിയോസ് എല്ലാം കാണും, കുറെ പത്രം വായിക്കാൻ ശ്രമിക്കും, എല്ലാ ബുക്സും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് എടുക്കും, അതൊക്കെ നോക്കും. പക്ഷെ GK പഠിക്കുമ്പം എങ്ങനെയാണ് പഠിക്കേണ്ടത്? GK കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. കറണ്ട് അഫെയറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതല്ലാതെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പറഞ്ഞാൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷനെ കുറിച്ചും നാഷണൽ രീതിയിലുള്ള ന്യൂസുകളെ കുറിച്ചും ചോദിക്കും. അതായത് ബുക്സ്, അവാർഡ്സ്, ഗവൺമെന്റ് സ്കീമുകൾ, റിവർ, നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ഈ പറയുന്ന GI ടാഗുകളെ കുറിച്ച്. സോ ഇങ്ങനെ സ്പോർട്സുകൾ, സ്പോർട്സ് പേഴ്സൺസിനെ കുറിച്ച് ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ ജോഗ്രഫിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ജോഗ്രഫിയിൽ ഒരു എക്സാമ്പിൾ ആണ് 4 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 2 ക്വസ്റ്റ്യനും കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടായിരിക്കും ചോദിക്കുക. മനസ്സിലായോ? കംപ്ലീറ്റ്ലി ആ ഒരു തിയറിറ്റിക്കലി ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. 2 കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിരിക്കും. സോ എന്തിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അടുത്തിടയ്ക്ക് ഒരു ഭൂകമ്പം ഉണ്ടായി. എവിടെ ഉണ്ടായി? നേപ്പാൾ മേഖലയിലും ഉണ്ടായി. നേപ്പാളിന്റെ ഏത് റീജിയനിലാണ്? ടിബറ്റൻ പ്ലാറ്റൂ റീജിയനിലാണ്. സോ ടിബറ്റൻ പ്ലാറ്റൂ റിലേറ്റഡ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സോ അങ്ങനെ ആയിരിക്കണം
കറണ്ട് അഫയേഴ്സുകൾ പഠിക്കുക. അതിൽ നിന്നായിരിക്കും ജോഗ്രഫി അതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പൊളിറ്റി. ഞാൻ ഫോളോ ചെയ്തത് ലക്ഷ്മികാന്ത് ആട്ടോ. ഞാൻ ഓൾറെഡി UPSC പഠിക്കുന്ന കാരണം ഞാൻ ഫോളോ ചെയ്തത് ലക്ഷ്മികാന്തിന്റെ ബുക്സ് ആണ്. ഡിഫൻസ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വാർഷിപ്പുകളുടെ പേരോ ഹെലികോപ്റ്റേഴ്സിന്റെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സസൈസുകൾ, മിലിറ്ററി എക്സസൈസുകളോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഹിസ്റ്ററി കൂടുതലും മോഡേൺ ഹിസ്റ്ററി ആയിരിക്കും ചോദിക്കുക. അതായത് മിഡീവലും ഏർലിയും ചോദിക്കത്തില്ല എന്നല്ല, കൂടുതലും ചോദിക്കുക മോഡേൺ ഹിസ്റ്ററി ആയിരിക്കും. സോ ഇതാണ് ഒരു കറണ്ട് അഫയേഴ്സിന്റെ മാറ്റം. നിങ്ങൾക്കൊരു 17 അടുത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ GKയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാം. വീക്ക്ലി ആയിട്ടുള്ള ഈ ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ ഓരോന്ന് ഡിഫൈൻ ചെയ്യുന്ന ടോപ്പിക്കുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂട്ടുകാർക്കും കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ജയിക്കട്ടെ. സോ ഇതാണ് ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വേണം വരുത്താം. ഓക്കെ. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാലി കയറാൻ മലയല്ല, പക്ഷെ കൺസിസ്റ്റന്റോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുന്ന സാധനമാണ് SSC എന്ന് പറയുന്നത്. കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ട് ഇനി പഠിക്കാൻ വേണ്ടി. സോ ഈ ദിവസങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളും എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേ റിലേറ്റഡ് ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്, ആ റിലേറ്റഡും നമ്മൾ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ ഒന്ന് കാണുക, ഫോളോ ചെയ്യുക. സോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.